ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? ഒരിക്കലുമല്ല. ഗെയിം കളിക്കാൻ മൊബൈൽ ഫോൺ നൽകാത്തത് കൊണ്ട് 8ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കി. 10ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ കേസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുമാത്രമല്ല, മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതുകൊണ്ട്, ഇനി ഷൂസ് കൊടുക്കാത്തതുകൊണ്ട്, ഷൂ വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഒക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ജീവനൊടുക്കുന്ന ന്യൂസസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിലൊരു പരിധിവരെ രക്ഷിതാക്കളും ഇതിന് കാരണക്കാരാണ്. കാരണം കുട്ടികൾ ജനിച്ചു വളരുമ്പോൾ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും ഭക്ഷണം നൽകാൻ വേണ്ടി. ഇനി കുട്ടികൾ പാരന്റ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കും. പല ഫംഗ്ഷനിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, കുട്ടികളുടെ കയ്യിലാണ് മൊബൈൽ ഫോൺ ഉള്ളത്. പാരന്റ്സ് അവർക്ക് നൽകുന്നു. എന്തിന്? അവരെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി. അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പിന്നീട് കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ മാറ്റിവെക്ക്, പഠിക്കാനിരിക്കുക എന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കുട്ടികൾ ചെറുതിലെ കണ്ട് ശീലിച്ച ഒരു കാര്യം മൊബൈൽ ഫോണാണ്. അപ്പോൾ അത് അവരുടെ ജീവിത ശൈലിയിൽ നിന്നും മാറ്റണം എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, അത് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ പാരന്റ്സ് ഉടൻ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ കൗൺസിലിംഗ്, ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിയുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.